അടയ്ക്കാത്തതല്ല, അവരുടെ സാഹചര്യങ്ങൾ അതുകൊണ്ട് അവർക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കാശെടുത്ത് തിന്നിട്ട് നിങ്ങൾ എന്താ തിരിച്ചടയ്ക്കാത്ത, അല്ലെങ്കിൽ പറയുന്ന കേട്ടതൊന്നും ഇവൻ്റെയൊക്കെ തന്തയുടെ കയ്യിൽ നിന്ന് എടുത്തു തന്ന കാശാണ്. നമുക്ക് ലോണ് ബാങ്ക് തരുന്നു, ബാങ്ക് നമ്മുടെ പേരിലുള്ള ട്രസ്റ്റിന്റെ ബേസ് ചെയ്തിട്ട് ലോണ് തരുന്നു. ആ ലോണ് തിരിച്ചടയ്ക്കുകയോ അടയ്ക്കാതിരിക്കുകയോ അതൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കളക്ഷൻ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടി വെണ്ടറാണ്, അതായത് തേർഡ് പാർട്ടി കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവന്മാരോട് ഇത് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യവും നമുക്ക് ആർക്കും ഇല്ല, അതായത് ഞാനടക്കമുള്ള ഒരാൾക്കും ഇല്ല. അവരുടെ ജോലി അവർ ചെയ്യുന്നു, നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്നു. നമുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ അടയ്ക്കാൻ പറ്റുന്നില്ല, പിന്നീട് അത് എപ്പോഴെങ്കിലും അടയ്ക്കാൻ പറ്റുന്ന സമയത്ത് സെറ്റിൽമെന്റ് എടുക്കാം. ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റോട് കൂടിയാണ് ഇവന്മാർ ഈ പൈസ പിരിക്കാൻ വരുന്നത്. ആ സമയത്ത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുത്തിനും ഒരു തേങ്ങ ചെയ്യാൻ പോകുന്നില്ല. ഈ ജാക്സനെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ജാക്സന്റെ ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. പനമ്പാലത്ത് ലോൺ അടവ് മുടങ്ങിയതിന് ഗൃഹനാഥനെ വീട്ടിൽ കയറി മർദ്ദിച്ചു. ഹൃദ്രോഗിയായ സുരേഷിനാണ് ബെൽസ്റ്റാർ ഫിനാൻസിലെ ജീവനക്കാരൻ ജാക്സൺ ആക്രമിച്ചത്. ഇയാളെ ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നു രാവിലെ 10 മണിയോടെയാണ് സംഭവം. ബെൽസ്റ്റാർ